നിങ്ങൾക്ക് പലർക്കും അറിയോന്നറിയില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഗോതിയ കപ്പിൽ തുടർച്ചയായ 2ാം വട്ടവും ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. എല്ലാ വർഷവും സ്വീഡനിലെ ഗോതംബർഗിൽ വെച്ച് നടക്കുന്ന ഈ ടൂർണമെന്റ് ഇത്തവണ ജൂലൈ 12 മുതൽ 18 വരെയാണ് നടന്നത്. ഇതിൽ മിനർവ എഫ്സിയുടെ പെർഫോമൻസ് ഭയങ്കര രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ടൂർണമെന്റിലൂടെ നിങ്ങൾ മിനർവ എഫ്സി അടിച്ച ഗോളുകൾക്ക് ഒരു കയ്യും കണക്കില്ല കേട്ടോ. ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ഇംഗ്ലണ്ടിനെതിരെ 12-0, നോർവേക്കെതിരെ 13-1, സ്വീഡനെതിരെ 16-0, റൗണ്ട് ഓഫ് 64 കെനിയക്കെതിരെ 6-2, റൗണ്ട് ഓഫ് 32 ഇംഗ്ലണ്ടിനെതിരെ 10-1, റൗണ്ട് ഓഫ് 60 ഫ്രാൻസിനെതിരെ 17-1, ക്വാർട്ടർ ഫൈനലിൽ ബൊളീവിയക്കെതിരെ 8-0, സെമി ഫൈനലിൽ ഉക്രൈനെതിരെ 3-2 തോൽപ്പിച്ച് ഫൈനലിൽ ബ്രസീലിന്റെ RS സ്പോർട്സ് യെല്ലോക്കെതിരെ 2-1 വിജയിച്ചിട്ടാണ് ഗോതിയ കപ്പ് ഇത്തവണ ഇന്ത്യക്ക് സ്വന്തമായത്. 9 മത്സരങ്ങളിൽ 9ഉം വിജയിച്ച് 8 ഗോളുകൾ മാത്രം വഴങ്ങി മൊത്തം 87 ഗോളുകൾ അടിച്ചാണ് നമ്മളുടെ മിനർവ എഫ്സിയിലെ പിള്ളേര് ചാമ്പ്യന്മാരായത്. കൂടാതെ ഈ വർഷത്തെ ഹെൽസിങ്കി കപ്പും ഇന്ത്യക്ക് തന്നെയായിരുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഭാവി ഫുട്ബോൾ വാഗ്ദാനങ്ങളാണ് ഈ മിനർവ എഫ്സിയിലൊക്കെ വളർന്നു വരുന്ന പിള്ളേർ. ഇവരെ കളിയൊക്കെ കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇവർക്ക് വേണ്ട ഫണ്ടൊക്കെ കൊടുത്ത് ഇവരെ വളർത്തിയെടുത്ത് ഇവർക്ക് വേണ്ട അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. സോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനൊക്കെ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യെങ്കിലും ചെയ്യാം. അല്ലാതെ ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള പേര് മാറ്റി ഭാരത് ഫുട്ബോൾ ഫെഡറേഷൻ ഒന്നും ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ ഇതുപോലുള്ള പിള്ളേരെ ഇപ്പൊ തന്നെ വളർത്തിക്കൊണ്ട് വന്നാലേ നമുക്ക് ഭാവിയിൽ ഒരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടാൻ കഴിയുള്ളൂ.